1 മിനിറ്റാ എന്ത് ഫോണോ തെളിവൊളി മണിമലയണിഞ്ഞിട്ട് നാണിച്ചിരിക്കുന്ന സുഹറാബി നീലമിഴികളിൽ പല പല കിനാവുകൾ ചാലിച്ചെഴുതുന്ന പുതുനാരി. ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. അപ്പം നമ്മളെ വീഡിയോൻ്റെ ഇൻട്രോ ഒക്കെ എടുക്കുന്നത് നീച്ചുകുട്ടനാണ് പറഞ്ഞത്. ഹലോ ഗായ്സ്, ഞങ്ങൾ ഇന്ന് ഉപ്പിലിട്ട് ഉണ്ടാക്കാൻ പോവാണ്. പൈനാപ്പിൾ പറ്റിയുണ്ട് വെക്കുന്നു ഇഞ്ചി അരിയ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചുമന്നുണ്ടല്ലേ. നമ്മൾ മാങ്ങ നല്ലോണം അരിഞ്ഞ് വെച്ചിട്ട് ഇരിക്കണം ഇരുന്നിട്ട് ഫോട്ടോ എടുക്കണമ്മ. ഇരുന്നോട്ടെ. കണ്ടൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ കണ്ട് പറയണ്ടേ. ഫോണൊക്കെ കയ്യിലും ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ട് തന്നെ അമ്മച്ചി വീഡിയോ എടുക്കല്. ഇപ്പൊ തിരിഞ്ഞാ അപ്പോൾ കൂട്ടുകാരെ, ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഓൻ്റെ അടുത്ത് നിന്ന് ഫോൺ വാങ്ങിയപ്പോൾ ഓൻ പറഞ്ഞത് ഞാൻ എടുത്തോളാം വീഡിയോ. കേട്ടില്ല, ഓൻ പറഞ്ഞേ ലാസ്റ്റ് നോക്ക് വൈകിട്ട് പറയണേ അയ്യോ എവിടെയെങ്കിലുമൊക്കെ വെച്ചെടുത്താൽ മതി ഇനി വീഡിയോ. അപ്പം ഞാൻ എനിക്ക് പറഞ്ഞെടുത്തതാണ്. ഇങ്ങനെ തന്നെ ഉമ്മച്ചി കഷ്ടപ്പെട്ട് വീഡിയോ എടുക്കലെന്നല്ല കേട്ടോ. അങ്ങനെ ഇപ്പോൾ നമ്മളെല്ലാ പണിയും ഒരുങ്ങിട്ടോ. ഞാൻ വെളുത്തുള്ളി ഇഞ്ചിയും അരിഞ്ഞ് വെക്കേണ്ട കാര്യം ഞാനങ്ങ് മറന്നു പോയിന് കേട്ടോ. എന്നോട് പറഞ്ഞു മാങ്ങയും കൈതച്ചാക്കയും ചെത്തിയൊക്കെ ഉണ്ടോ. അപ്പം ഞാനിന്ന് അത് രണ്ടും റെഡിയാക്കി വെച്ചിട്ടോ. കൈതച്ചാക്ക തോല് ചെത്തി വെച്ചു, മാങ്ങ അരിഞ്ഞും വെച്ച്. പിന്നെ വന്നിട്ട് ഇഞ്ചിയും പച്ചമുളകൊക്കെ എവിടെയെന്ന് ചോദിച്ചിട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ വേണ്ടീനില്ലേ, മറന്നതാണ്. അല്ലെങ്കിൽ ഞാൻ അതെല്ലാം റെഡിയാക്കി വെച്ചിന്. കാരണം ടൈം കുറേ ഉണ്ടായിനല്ലേ, ഞാൻ വെറുതെ ഇരിക്കലില്ല, അത് ചെയ്തീനു. അറിയാതെ അങ്ങ് വിട്ട് പോയിട്ടോ ഗൈസ്. അങ്ങനെ വന്നിട്ട് ഇക്കയും കൂടി ഹെൽപ്പ് ചെയ്തിട്ടോ. അതിക്ക് വേണ്ട സാധനങ്ങളൊക്കെ മുളകൊക്കെ എടുത്ത് കൊന്ന് കഴുകി അരിഞ്ഞ് വെക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അതേപോലെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ മെനക്കെട്ട് കളഞ്ഞു കേട്ടോ രാത്രി. അപ്പോൾ പാത്തൂനാണെങ്കിൽ ഉറക്കം വന്നിട്ട് കരയുന്നുണ്ട് കേട്ടോ. കാരണം ഇത് റെഡിയാക്കി വെച്ചാൽ ഞാൻ അറിയാതെ അങ്ങ് പോയി. അങ്ങനെ ഇപ്പം ഇനി എന്തായാലും അച്ചാർ വേണമല്ലോ, സ്കൂളൊക്കെ തുറക്കല്ലേ, ഒന്ന് തൊട്ടാൽ വെക്കാൻ. ചിലപ്പോൾ കൂട്ടാനൊന്നും ഉണ്ടാക്കാൻ സമയം കിട്ടാത്ത ദിവസങ്ങളിലൊക്കെ നമുക്ക് അച്ചാറൊന്ന് കൂട്ടിയിട്ട് ചോറൊക്കെ തിന്നാലോ കരുതിയിട്ടോ. മാങ്ങ കിട്ടിയപ്പോൾ ഞങ്ങളെ എടുത്തത്തെ താത്ത കുഞ്ഞാമ്മക്ക് കൊടുത്തപ്പോൾ അതിന് 4 തന്നത്. അതുകൊണ്ട് മാങ്ങച്ചാർ ഇടുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ബാക്കത്തെ പെരീത്തെ കാക്കു തന്നിട്ടുണ്ട് അതിന് മാങ്ങ. പക്ഷെ അത് ഞാൻ കിളിച്ചുണ്ട മാങ്ങേനു, അത് പഴുപ്പിക്കാൻ അങ്ങ് വെക്കും ചെയ്തിട്ട്. അങ്ങനെ അച്ചാറിന്ന് ഇങ്ങനെ മക്കളെ മാങ്ങ എല്ലാം നുറുക്കിയത് ഒരു പാത്രത്തിൽ വെക്കുക. അതിക്ക് വേണ്ട ഉപ്പും അതേപോലെ മുളക് പൊടി ഇച്ചിരി ഇട്ടിട്ടുള്ളൂ. പിന്നെ അച്ചാറും പൊടിയും മുളകും വെളുത്തുള്ളി ഇഞ്ചി ഒക്കെ ഇതിലും ഇടുക കേട്ടോ ചെയ്യുക. അല്ലാതെ നമ്മൾ അടുപ്പത്ത് വെച്ച് കണ്ടൊന്നല്ല ചെയ്യട്ടോ. അടുപ്പത്ത് വെച്ച് ചെയ്യുന്ന ഒരേ ഒരു പണി കടുക് എടുത്തിട്ട് ഇതിലിടുക കേട്ടോ. കടുകും കറിവേപ്പിലയും കൂടി ഇങ്ങോട്ട് നല്ല എണ്ണയിൽ പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഇടുക ചെയ്യുന്നത് കേട്ടോ. അങ്ങനെയാണ് അച്ചാറില്ലാണ്ട് എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. ഇക്കാൻ്റെ അച്ചാറിന് പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. മാങ്ങയൊന്നും വെന്തുടയൊന്നും ഇല്ല, കാരണം അടുപ്പത്ത് വെക്കുന്നില്ലല്ലോ. പിന്നെ ഇതിലേക്ക് വേണ്ട വെള്ളം സുർക്കയും കൂടി, വെള്ളം തിളപ്പിച്ചാറിയ വെള്ളമാണ് കേട്ടോ ഉപയോഗിക്കൽ. അതേപോലെ സുർക്ക അധികം ഉപയോഗിച്ചില്ല കേട്ടോ. നമ്മൾ എളുപ്പം എടുത്ത് കൂട്ടുന്നതല്ലേ, അധികം വെച്ച് ഇതാക്കുന്നൊന്നുമില്ലല്ലോ എഴുതിയിട്ട്. അപ്പം എന്നാൽ അത്യാവശ്യം നല്ല സാധനം ആയിക്കോട്ടെ, അധികം സുർക്ക അങ്ങ് കൂട്ടണം. അപ്പം ഇനി നമ്മൾ ഇതിലേക്ക് കടുക് പൊട്ടിച്ചിടുന്നുണ്ട് കേട്ടോ. കുറച്ച് നല്ലെണ്ണയും കുറച്ച് കടുകും കറിവേപ്പിലയും കൂടി പൊട്ടിച്ചിട്ടിട്ടോ. ഇത് നല്ലോണം അങ്ങോട്ട് ഇളക്കിയതിന് ശേഷം ഒരു പാത്രം ഒഴിച്ച് വെക്കുക കേട്ടോ. നമ്മൾ പൊട്ടണ കുപ്പിയാണെങ്കിൽ ഏറ്റവും നല്ല കേട്ടോ. അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിലായാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ പ്ലാസ്റ്റിക്കിലാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. പൊട്ടണ കുപ്പി ഇവിടെ ഉണ്ടായില്ല കേട്ടോ. അങ്ങനെ ഗൈസ്, ഇന്നിതാ മാങ്ങച്ചാറൊക്കെ ഇട്ട അടിപൊളി മാങ്ങച്ചാറായിരുന്നു കേട്ടോ. അങ്ങനെ ഇനിയിപ്പോൾ നമുക്ക് ഇന്ന് രാത്രിയല്ലേ ഇടുന്നത്. ഇനിയിപ്പോൾ പാത്തോണെങ്കിൽ ഉറക്കം വന്നിട്ട് കരയുന്നുണ്ട്. ഇനി നമ്മൾ നാളത്തെ വിശേഷങ്ങളൊക്കെ കാണിക്കാം കേട്ടോ വീഡിയോയിൽ. മഴയെല്ലാം പെയ്തിട്ടോ ഗൈസ്. ഗുഡ് മോർണിംഗ്. കോട പോകുന്നുണ്ടോ മഞ്ഞ്?
അവിടെ മീൻ വണ്ടി നിൽക്കണുണ്ട്. മീൻ വണ്ടിക്കാരനെ കാത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അവിടെ നല്ല മഴ വെള്ളമെല്ലാം ആയിട്ടുണ്ട്. ഇവിടെ കാക്കാൻ്റെ ഷർട്ടും അവിടെ ഉണ്ട് വേസ്റ്റ് അടുത്താ പഞ്ചായത്ത് തോൽ ചീത്താറി അവിടെ ഇടാൻ പറ്റില്ല. ഉമ്മച്ചിക്ക് അതവിടെ ഇടൂല, അത് ഉള്ളിലിട്. നമുക്ക് അടിച്ചു വരുമ്പോൾ അവിടെ കൊണ്ടുപോയിടാം. മീൻ വണ്ടി വരുന്നുണ്ട് ഗൈസ്, ഞങ്ങൾ മീൻ വാങ്ങാൻ നിൽക്കാം. മൊഞ്ചത്തി ആയിട്ടാ ഇല്ല ഫില സ്പ്രേ അടിച്ചാണ് കേട്ടോള്. ഫിലോ ഹായ് പറഞ്ഞ 1 മിനിറ്റാ എന്ത് ഫോണാ? അങ്ങനെ മക്കളെ നമുക്ക് കുറേ പാത്രം കഴുകാനുണ്ട് കേട്ടോ. ഒക്കെ ഞാൻ അങ്ങ് വലിച്ചിട്ടിട്ടുള്ളൂ കേട്ടോ. പാത്രമാണെങ്കിൽ ഫോണിൽ ചോദിച്ചിട്ട് തൊയിരം കെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു മീനെല്ലാം നന്നാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ഫോൺ എടുക്കാൻ പറ്റില്ല, അമ്മച്ചിൻ്റെ കയ്യുമെല്ലാം ആവുന്നെല്ലാം പറയട്ടോ. നിങ്ങൾ കണ്ടില്ല ഓള് ചോദിച്ചാൽ കോല കണ്ട് അങ്ങനെ ചോദിച്ചാൽ കുറച്ച് നേരം ഒന്ന് കൊടുക്കാനും തോന്നും ചെയ്യും. പിന്നെ ഫോണല്ലേ എന്ന് എഴുതിയിട്ടാണ് കേട്ടോ. അതിനിപ്പോൾ അതിന് ശേഷം നമ്മൾ ഉപ്പേരിക്കില്ലതും ഇതൊക്കെ റെഡിയാക്കി കഴുകി വെച്ച് അതിന് ശേഷം മീൻ നന്നാക്കി കഴിഞ്ഞിട്ടോ. മീനിന് ചെറിയ പഞ്ഞിയുണ്ട് കേട്ടോ. ആ മീൻ എനിക്ക് നല്ല ഇഷ്ടം കേട്ടോ. പഞ്ഞി നല്ല ടേസ്റ്റ് ആണല്ലോ അല്ലേ. അങ്ങനെ ഇതാ നീച്ചുകുട്ടന് ഇവിടെ ആരോ വാതിൽ മുട്ടുന്നുണ്ട്. ആരാ നോക്കട്ടെ. അല്ലാ സർപ്രൈസ് ആയിട്ട് നിങ്ങളെന്ത് പറഞ്ഞൊന്നും വരാഞ്ഞേ. വിളിച്ചൊക്കെ വേണ്ടിയില്ലേ? സർപ്രൈസ് ആയിട്ട് വന്നേ. ഇതിലെന്താ പഠിച്ചാനും ഓക്കെ. വന്ന് നമുക്ക് കളിച്ചാൻ ആളെത്തി. എൻ്റെ കുട്ടികൾക്ക് ഇല്ലതായി സന്തോഷം. ഒന്ന് ചിഞ്ചു എങ്ങനെ ഉണ്ടായിനി? നമ്മളന്ന് ചലഞ്ച് കഴിഞ്ഞിട്ട് പോന്നതല്ലേ. അത് ശനിയും ചിഞ്ചുമാണ് കേട്ടോ അന്നത്തെ നമ്മളെ വീടിന് ഗസ്റ്റ്. കുക്കറിൽ ഏതായാലും അവർക്ക് ചായക്കടിയായി പ്രതീക്ഷിച്ച് വെച്ചതുപോലെ. ഇപ്പം ഇങ്ങോട്ട് അറിഞ്ഞു ടൈബിള് ബനിച്ച് കാടമുട്ട വേണം ഞാൻ മുണ്ടാണ്ട് പോയി കൊപ്പായി നിൽക്കുന്ന ഞാൻ ചോറും കൂട്ടാനാക്കി ചോറുന്നല്ലേ പറഞ്ഞു വെച്ച പോലെ. ഇനി നമുക്ക് ആദ്യം ഒന്ന് ചായ കുടിച്ചാൽ ചോറ്. നല്ല മീൻ കഴിച്ചതും വൈദ്യന നല്ല വെണ്ടക്ക കറി ഒന്ന് ഉണ്ടാക്കിയിരിക്കണം. അതേക്കപ്പോൾ നിങ്ങൾ വിളിച്ചറിയാണെങ്കിൽ അങ്ങനെ കഴിച്ചതാ. എല്ലാവരും ഒലക്ക വന്നിട്ട് ഇരുന്ന് കണ്ട് എന്താ കഴിക്കുന്ന അറിയാം. ഓക്കെ ബിരിയാണി കഴിക്കണം. ഞാൻ അടിച്ചു വരി അവിടെ കൂട്ടി വെച്ചിട്ടുള്ളൂ, വാരിയിട്ടില്ല. ഇറക്കാനൊക്കെ നിൽക്കാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചായ ഉണ്ടാക്കി കുടിച്ചു കേട്ടോ. വിരുന്നേർക്ക് കാടമുട്ട അത് പറഞ്ഞറിയിച്ച് വെച്ച പോലെ വിരുന്നേര് വരുന്നുണ്ട്. ഞാൻ പൊയിങ്ങാൻ വെച്ചീന് എവിടുന്നോ ന്യൂസ്. നിച്ചുമ്മ പൊയിങ്ങി തരുമോ വെച്ച് കാണും. അപ്പോൾ അങ്ങനെ വിരുന്നേർക്കും കൂടി ഏകിയതാണ് ഇപ്പോൾ പൊയിങ്ങിയത് എന്നപ്പോൾ പറയുന്നത് ചുരുക്കി പറഞ്ഞു. ഇവൽക്കൊക്കെ ചൂടാറണം അത്ര. അപ്പം ഞാൻ ചൂടാറാൻ വെച്ചത് കേട്ടോ. പിന്നെ നമ്മളെ നിച്ചുവിന് വെല്ലിപ്പാക്ക് കട്ടൻ ചായ വേണം. വെല്ലിപ്പാൻ്റെ ചായ ചൂടാറട്ടെ. വേഗം കുടിച്ചൂട്. രാവിലെ കുടിച്ചതാ ചായ. അപ്പോൾ എല്ലാവരും ചായ കുടിച്ചോളിയും പൊന്നാര മക്കളെ. അവൻ്റെ ചായ ഇപ്പോൾ ആവും. അപ്പം അത് ചായ അടിച്ചു ഗൈസ്. ഇതാ നമ്മൾക്ക് വിരുന്നേരൊക്കെ ഉണ്ടത്. അപ്പം നമ്മൾ ഓർക്ക് ഭക്ഷണം കൊടുത്തിട്ടില്ല. നേരെ 1:45 ഞാൻ തിരുമ്പലും തുടക്കലും ഓരോ വന്നിട്ട് ചായ കൊടുത്തു. അപ്പം അങ്ങനെ ഇരുന്നതാണ്. ഇനി നമ്മൾ ചോറും കൂട്ടാനൊക്കെ എടുക്കട്ടെ. ഇവർക്കൊക്കെ വിളമ്പിയൊക്കെ എന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. ആരൊക്കെ വന്നിട്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ. ഏളാപ്പാൻ്റെ 2 മക്കളാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഗൈസ് ഇനി ചോറെല്ലാം വിളമ്പിട്ടിട്ട് ഞങ്ങൾ ചോറ് തിന്നാൻ നോക്കട്ടെ കേട്ടോ. ഉച്ചച്ചോറ് ഇന്നൊന്നുമില്ല പ്രത്യേകിച്ച്. ഓല് വിളിച്ചറിയൊന്നും ചെയ്തില്ല. അപ്പം ഇനി വൈകുന്നേരം നമുക്ക് എന്തെങ്കിലും ഓൽക്ക് സ്പെഷ്യലാക്കി കൊടുക്കാം കേട്ടോ. അപ്പം ഇന്ന് ഓല ഇതാ വെറുംചോറ് നല്ല കണ്ടാക്കി വെച്ചിട്ടുണ്ട്. എങ്ങനെയോ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പഠിച്ചോന്. ഇത് നല്ല മീൻ പൊരിച്ചത്. അല്ലെങ്കിൽ ഞാൻ മീനൊന്നും വാങ്ങാനാവില്ല എന്ന് കരുതിയ ഞാൻ മീൻ വാങ്ങി. അതൊക്കെ ഒന്ന് നോക്കി നോക്കാണി. പഠിച്ചോനെ ഓർമ്മിപ്പിച്ച അതാണ് പഠിച്ചോനെ നമ്മൾ എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ട് അത്രത്തോളം പഠിച്ചോൻ നമ്മളെ ഇഷ്ടപ്പെടും. ഓരോ കാര്യങ്ങൾക്കും നമ്മളെ ഓർമ്മിപ്പിച്ചും പഠിച്ചോനെ അറിയുന്നതാണ്. നല്ല വെണ്ടക്ക കറി. അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ചോറിന് കോഴിയൊന്നും ഇല്ല കേട്ടോ. മീൻ പൊരിച്ചതാണ് ഇത്ര. അത് ഓർക്ക് വേണ്ടേന്. വെണ്ടക്ക കറിയും കൂട്ടൂല. ഈ പെണ്ണുങ്ങളൊന്നും കൂട്ടൂല. ഓർക്ക് ഇനി ചിക്കൻ ബിരിയാണി വൈകുന്നേരം വെച്ചുകൊടുക്കാറുണ്ട്. അവർക്ക് മുട്ട പൊരിച്ചതാണ്. ഒരു മീൻ കൂട്ടൂല. അങ്ങനെ ഫിൽസമോൾ കേട്ടോ ഇവിടെ തന്നെ നിൽക്കുന്നതാണ് കേട്ടോ ഗേസ്. അതിനിപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ചായയും കടിയൊക്കെ ഒന്ന് നല്ല ഉസാറാക്കിയിട്ട് ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞാണ്ട് ചോറുന്നാണ് കേട്ടോ. നമ്മൾ വൈകുന്നേരത്തെ ചായക്ക് കടി എന്താ ഉണ്ടാക്കുന്നതെന്നൊക്കെ നിങ്ങൾ കണ്ടോളി. ഉണ്ടാക്കണേ
ഞാൻ മഴയത് വിരുന്നല്ലേ അപ്പൊ പഴംപൊരിയൊക്കെ ചൂടട്ടെ. കൊറേ ആയില്ലേ ഞങ്ങള് വന്നിട്ട്, കൊറേ മുന്നേ വന്നല്ലേ ഞങ്ങള് വന്നിട്ട് അല്ലേ? സീതാന്റെ കൂടെ ഒരു പ്രാവശ്യം വന്നിട്ട് ഇത് ആണ് ബർത്ത്ഡേക്ക് അന്ന് വന്നേന്. അപ്പൊ ഞാന് നല്ല പഴംപൊരി അതേപോലെ ഉള്ളിവടയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ട്. ഉള്ളിവടി പൊരിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ, ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഓക്കെ, പഴംപൊരി കാണിച്ചെടുത്ത നന്നാവുന്നുണ്ടാക്കിട്ട് നല്ല നന്നാവുന്നുണ്ട് കേട്ടോ. കളർ ഫിലുവിന്റെ ഇത് ഐസ് എടുത്ത് പോയി. ഇന്ന് സനീട്ട് വന്നത് പ്രമാണിച്ച് നമ്മളിതാ നല്ല അടിപൊളി പഴംപൊരി കേട്ടോ, നല്ലോണം ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂട്ടെന്താന്ന് വെച്ചാൽ മൈദയും കടലമാവും പിന്നെ ഒരു മുട്ട കേട്ടോ, നല്ലോണം സെറ്റായി വന്നിട്ടുണ്ട്. നമ്മൾ ബ്രെഡ് പൊരിച്ചത് കേട്ടോ. നല്ല നിച്ചൂര് വല്യപ്പാക്ക് കട്ടൻ ചായ, ഞങ്ങൾക്ക് പാൽ ചായ. ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ട് ചായ കുടിക്കുന്നുണ്ടോ. നല്ല പഴംപൊരി ഉണ്ട്, ബ്രെഡ് വാട്ടിയുണ്ട്, എന്താ ഉള്ളിവടയുണ്ട് കേട്ടോ. ഉള്ളിവടയത്തെ മുളക് ആരെ കടിച്ചേ? ചിഞ്ചു മുളക് അടിച്ചിട്ട കേസ്. ഓള് ഞാൻ ചുട്ടപ്പോൾ ഇങ്ങനെ എടുത്ത് തിന്നേനെ, അതിൻ്റെ ഇടയിലാണ് മുളക് അടിച്ചില്ലേ. സാരല്ല കേട്ടോ, മുളകിന് അടുത്ത പ്രാവശ്യം ഞങ്ങൾ ചെറുതാക്കി അരിഞ്ഞോണ്ട് എന്നാൽ വല്ലാതെ എരിയൂല, നന്ന ചെറുതാക്കി അരിഞ്ഞു. അപ്പൊ നമ്മളെ പാത്തു നീച്ചിട്ടുണ്ട് കേട്ടോ. പാത്തു ഇത് നീച്ചാ? പാത്ത് പഴംപൊരിയും ചായയും കുടിച്ചെന്നാ കേട്ടോ. ഞങ്ങളെല്ലാരും ചായ കുടിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ കൂട്ടുകാരെ നമ്മളെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാൻ കേട്ടോ. വൈൻഡപ്പ് ചെയ്യണം, ഇന്നലെ രാത്രി തൊട്ടുള്ള ഒരു വീഡിയോ കേട്ടോ. ഇന്നലെ രാത്രി വന്നിട്ട് അച്ചാറിട്ട് നല്ല മാങ്ങ അച്ചാറും അതേപോലെ പൈനാപ്പിൾ ഉപ്പിലിടലൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അതിൽ ഉൾപ്പെടുത്തി. അതേപോലെ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ ഉണ്ട് എന്നിച്ച് വിരുന്നേര് വന്നത്. അപ്പോൾ അതൊരു സന്തോഷം. ഓലോട് ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഓല് വരാന്നില്ല. പിന്നെ മദ്രസ തുറന്നപ്പോൾ എനിക്ക് ഇതുപോലെ വരവെല്ലാം കഴിഞ്ഞു. തുഞ്ഞിടങ്ങാറാകുന്നു. അപ്പം ഞാൻ ബെല്ലടി കേട്ടിട്ട് ഞാൻ വാതിൽ തുറന്ന് നോക്കിയപ്പോഴാണ് കണ്ടിട്ട് ഒമ്പത് രണ്ടാളും. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷം. ഓൾക്ക് ചിക്കനും ബിരിയാണിയും ഒന്നും വെക്കാനൊന്നും കൂടിയിട്ടില്ല കേട്ടോ, ഓൾക്ക് അതിനൊന്നും ഒഴിവില്ല. അപ്പം നമ്മൾ നല്ല ചായയും കടിയെല്ലാം ഉണ്ടാക്കി കൊടുത്തു. ഇനി അടുത്ത വരവിന് ഇൻഷാ അല്ലാ നമുക്ക് മന്തിയെല്ലാം വെക്കണം. പറ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ബെൽ ബട്ടൺ എന്ത് ചെയ്യണം? അടിച്ചു പൊട്ടിച്ച്. എന്നാൽ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ ചലഞ്ചൊക്കെ ചെയ്യണ്ടേ, അതെല്ലാം ഞങ്ങൾ കണ്ടോണ്ടു ഇല്ല ചിഞ്ചോ? ഞങ്ങൾ മമ്മയുടെ വരുന്ന ചലഞ്ച് വീഡിയോ ഉണ്ടാവും. പോവാൻ നിൽക്കുകയാണ് ഗേസ്. അങ്ങനെ ഗേസ് അവർ പോവാണ് ഗേസ്. അപ്പം ഇന്നത്തെ വീഡിയോ അത്ര തന്നെ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്